എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ HSന്റെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ട് 2022 മാർച്ചിൽ ഞാനും നിങ്ങളും അടക്കം എഴുതിയ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യമായിരിക്കാം ഇംഗ്ലീഷ് എഴുതുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു POQ ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് നമ്മൾ എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ഈ പ്രാവശ്യം ഒന്ന് മനസ്സിലാക്കാം. കാരണം സിലബസ് സെയിം ആണ് വരുന്നത്. ഇനി മാറ്റുമോ എന്ന് ഞാൻ കഴിഞ്ഞ സിലബസ് ഡിസ്കഷന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് കയറി കണ്ടു നോക്കുക. അതേ സിലബസ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. പക്ഷേ HSSTയുടെ ഒരു അടി എൻ്റെ മനസ്സിൽ എന്തായാലും ഓർമ്മയുണ്ട്. പെട്ടെന്നായിരുന്നു അവർ സിലബസ് മാറ്റിയത്. അതുപോലെ ഇതിൽ വരുമോ എന്ന് നമുക്ക് അറിയില്ല. സ്റ്റിൽ അത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കയറി നോക്കാം. ആദ്യമൊക്കെ ആയിട്ടാണ് നിങ്ങൾ HS എഴുതുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കിയിട്ട് ഇപ്പോൾ കറന്റ്ലി അവർ പറയുന്ന PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള സിലബസ് ഒന്ന് നിങ്ങൾക്ക് കേട്ട് നോക്കാം. അതാണ് നമുക്ക് മാറുമോ മാറില്ലോ എന്ന് അറിയാത്തത്. സ്റ്റിൽ അപ്പൊ ആ ഒരു നിലയിൽ നമുക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആ സിലബസ് വെച്ച് ഇപ്പോൾ ഉള്ള സിലബസ് പ്രകാരമുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കി നോക്കാം, എങ്ങനെയായിരുന്നു ആ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഉത്തരങ്ങളും ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ പഠനം ഇവിടുന്ന് തന്നെ ആരംഭിച്ചോളൂ. ഞങ്ങൾ എന്തായാലും ഫ്രീ ക്ലാസ്സസ് എന്തായാലും പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഓൺ ദ വേ നമ്മൾ മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ മാത്സ്, സോഷ്യൽ, ഇതിനെല്ലാം ഫ്രീ ക്ലാസ്സസ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്വം. നിങ്ങൾ പേ ഒന്നും ചെയ്യേണ്ട, പെയ്ഡ് ബാച്ച് ഒന്നുമല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ കയറാൻ പറ്റുന്ന. പ്രധാനമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള, ഞാനടക്കം നിങ്ങളടക്കമുള്ള പൈസ കൊടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, പൈസ പ്രശ്നമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നത്. കാരണം ഇപ്പൊ ഏതൊരു HSA കോഴ്സ് നോക്കിയാലും ഒരു 4000 to 10,000 രൂപ വരെ അതിനൊരു റേറ്റ് വരുന്നുണ്ട്. അപ്പൊ അത്രയൊന്നും പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ നല്ല കാര്യമാണ്. ഇല്ലാത്തവർക്കായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫ്രീ ക്ലാസ്സസ് അനൗൺസ് ചെയ്യുന്നത്. അത് ഓൺ ദ വേ നമ്മളത് റണ്ണിങ്ങിലേക്ക് വരുന്നതായിരിക്കും. അതിന്റെ ഒരു തുടക്കമായിട്ടാണ്. അപ്പൊ ആരെങ്കിലും മലയാളം, അതുപോലെ ഇംഗ്ലീഷ്, കണക്ക്, സോഷ്യലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞോളൂ നമ്മളുടെ ചാനലിൽ കയറി നോക്കാൻ. പെട്ടെന്നായിരിക്കില്ല, ബട്ട് ഓൺ ദ വേ അതിന്റെ ആദ്യത്തെ പ്രോസസ്സുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു ടീച്ചേഴ്സ് സെറ്റ് ഉണ്ട്, നെറ്റും സെറ്റും ഒക്കെ നമ്മളെ പോലെ പാസ്സായിട്ടുള്ളവരാണ് സ്റ്റിൽ. അപ്പൊ അവരെ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. റൈറ്റ്. അപ്പോൾ 2022 മാർച്ചിൽ നടന്ന ഈ ഒരു പരീക്ഷയുടെ ഇംഗ്ലീഷ് HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സിലബസ് കണ്ടാൽ കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. കാരണം 100 മാർക്കിനായിരിക്കും ചോദ്യം ഉണ്ടായിരിക്കുക, 1.5 മണിക്കൂറിനാണ് ഉണ്ടായിരിക്കുക. നിങ്ങൾ ശരിയാക്കുന്ന ഓരോ ചോദ്യത്തിന് മാർക്കിനും 0.33% വീതം മാർക്ക് കുറയുന്നതായിരിക്കും. അതായത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, വേറെ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത ചോദ്യം എന്താണെന്ന് നമ്മൾ നേരത്തെ ആ ഒരു സിലബസ് ഡിസ്കഷനിൽ പറഞ്ഞ പോലെ 100 ചോദ്യത്തിൽ 20 ചോദ്യത്തോളം പാർട്ട് 1A എന്ന് പറയുന്ന പാർട്ടിലേക്കുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിരിക്കും. അപ്പൊ 20ഓളം ചോദ്യങ്ങൾ ആദ്യമോ അവസാനമോ വരുന്നത് എന്തായാലും പാർട്ട് A നിന്നായിരിക്കും. അതായത് കോൺസ്റ്റിറ്റ്യൂഷനും ജനറൽ നോളജും കറണ്ട് അഫെയറും റിനൈസൻസും കേരള റിനൈസൻസും ഇന്ത്യൻ ഫ്രീഡവും കേരള ഫ്രീഡം സ്ട്രഗിളും അതിൽ ഉണ്ടായിരുന്ന റിവോൾട്ടുകളും സത്യാഗ്രഹങ്ങളും എല്ലാം അടങ്ങിയതാണ്. വലിയൊരു ഏരിയയാണ് അത് A എന്ന് പറയുന്നത്. അപ്പോ അവിടെ നിന്നുള്ള ഒരു 20 ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെയാണ് അത്രയും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് നമ്മൾ ഇംഗ്ലീഷ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി 80ഓളം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കി തുടങ്ങാം. ഞാൻ ആ ചോദ്യം ഇങ്ങനെ വായിക്കുകയാണ്, അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഉത്തരവും കൂടെ വായിച്ചു പോകുന്നുണ്ട്. അതാണ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ നോക്കാം. വാട്ട് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ്? അവർ കുറച്ച് സത്യാഗ്രഹങ്ങളും മെമ്മോറിയൽസ് ഒക്കെ തന്നിട്ടുണ്ട്. അതിന്റെ വർഷം പ്രകാരമുള്ള കറക്റ്റ് ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാലിയൻ സത്യാഗ്രഹമാണോ, ഗുരുവായൂർ സത്യാഗ്രഹമാണോ, കുട്ടംകുളം സത്യാഗ്രഹമാണോ, മലയാളി മെമ്മോറിയലാണോ? ഓക്കെ, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി മെമ്മോറിയൽ, അതായത് B ഓപ്ഷനിൽ വരുന്ന 4231 എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ്. അതിന്റെ വർഷം കൂടെ നോക്കിയാൽ മലയാളി മെമ്മോറിയൽ 1891 വരുന്നത്. തിരുവനന്തപുരത്തുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് തിരുവനന്തപുരവും അതുപോലെ തന്നെ കേരള നിയമസഭയിലേക്കും അന്നുണ്ടായിരുന്ന കേരള നിയമസഭയിലേക്കും പ്രവേശനം വേണം. ഇംഗ്ലീഷുകാർ മാത്രം പോരാ, കേരളത്തിലെ ആൾക്കാർക്കും അതുപോലെ അവിടെയുള്ള ആൾക്കാർക്കും തിരുവിതാംകൂറുകാർക്കും ഒക്കെ അതിലേക്ക് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. അത് പിന്നീട് ഒപ്പിട്ട് കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ്. അത് വന്നത് 1891 രണ്ടാമത്തേത് ഗുരുവായൂർ സത്യാഗ്രഹം 1931, കുട്ടംകുളം സത്യാഗ്രഹം 1946, പാലിയൻ സത്യാഗ്രഹം 1947. അപ്പൊ ഈ വർഷങ്ങളെങ്കിലും ഇപ്പൊ കാണാതെ പഠിച്ചേക്കുക, ആവശ്യം വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ സർദാർ KM പണിക്കർ എഴുതാത്ത ഹിസ്റ്റോറിക് നോവൽസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, സർദാർ KM പണിക്കർ ഹിസ്റ്റോറിക് നോവൽസും കൂടെ എഴുതിയിട്ടുണ്ട്.
ഇനി സർദാർ കെ എം പണിക്കറിന്റെ ഹിസ്റ്റോറിക് നോവൽസ് ഏതാണെന്ന് അറിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ ഇതിൽ അദ്ദേഹം എഴുതാത്തത് ഏതാണ് എന്ന് നോക്കിയാലും മതി. അറിയുന്ന ചോദ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് പോവാം. ഡി ആയിട്ടുള്ള രാമരാജ ബഹദൂറും മാർത്താണ്ഡ വർമ്മയൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ എട്ട് വീട്ടിൽ പിള്ളവാർ എന്നൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു ചരിത്രം, ഫിക്ഷൻ ആയിട്ടുള്ള ചരിത്രം എഴുതിയ CV രാമൻ പിള്ളയാണ് ഇതിൽ ഓഡ് വൺ ഔട്ട് ആയിട്ട് ഡി ഓപ്ഷൻ ആയിട്ട് കിടക്കുന്നത്. ബാക്കിയെല്ലാം കേരള സിംഹമായാലും കല്യാണമായാലും അങ്ങനെ കുറെ ഒരു 4-5 തന്നിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം സർദാർ കെ എം പണിക്കര് എഴുതിയിട്ടുള്ളതാണ്. അതിൽ കൂട്ടത്തിൽ പെടാത്തതാണ് രാമരാജ ബഹദൂറും മാർത്താണ്ഡവർമ്മയും അടക്കമുള്ള 2 നോവലുകൾ. അത് എഴുതിയിട്ടുള്ളത് CV രാമൻപിള്ളയാണ്. അടുത്തത് അയ്യാവഴി അല്ലെങ്കിൽ ദ പാത്ത് ഓഫ് ദ ഫാദർ. അത് ഏത് ആളുമായിട്ട്, ഏത് കേരള റിനൈസൻസ് ലീഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് ചോദിക്കുന്നത്. അതിലെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, അയ്യാവഴി എന്ന് പറയും. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഈസ് ഓർ ആർ കറക്റ്റ്. അപ്പോൾ ഒരാളെ പറ്റി പഠിക്കുകയാണെങ്കിൽ കുറെ ആൾക്കാരുണ്ട് റിനൈസൻസിൽ കേരളത്തിൽ, അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. അതിൽ നിന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള, ഇപ്പൊ പറയുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ 1ഉം 2ഉം ഓപ്ഷൻ ആയിട്ട് വരുന്ന സി ഓപ്ഷനാണ് ഉള്ളത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമകൃഷ്ണ പിള്ള ബിക്കം ദ എഡിറ്റർ ഓഫ് കേരള പഞ്ചിക ന്യൂസ് പേപ്പർ ഇൻ 1901. രണ്ടാമത്തേത് രാമകൃഷ്ണ പിള്ള വാസ് അറസ്റ്റഡ് ആൻഡ് എക്സൈൽഡ് ഫ്രം ട്രാവൻകൂർ ഇൻ 1910. ഈ രണ്ടുമാണ് കറക്റ്റ് ആയ ഉത്തരങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ് ഓഫ് ഓതേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ്. ഓക്കെ, അതിൽ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. കാരണം വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ആർ ഇൻകറക്റ്റ് എന്നുള്ളതാണ് അവിടെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. അല്ലാതെ ഈ പെയറിൽ വരുന്നത് ഏതാണെന്നല്ല ചോദിക്കുന്നത്. അതിന് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇനി ഇൻകറക്റ്റ് ആയത് ഏതാണ്? ഒന്നാമത്തെയും എ ഓപ്ഷനിലുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയുമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, പാർവതി നെന്മേനിമംഗലം ഈ പറയുന്നതിൽ ഏതാണ് നമ്മളുടെ ഇന്ത്യൻ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലാത്തത്, വരാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, മനസ്സിലായോ? ഓക്കെ, ഈ വാക്കുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഏതൊക്കെയാ വാക്കുകളുള്ളത്? സോഷ്യലിസം ഉണ്ട്, സെക്യുലാരിസം ഉണ്ട്, ഡെമോക്രസി ഉണ്ട്, ഫെഡറലിസം ഉണ്ട്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പെടാത്തത്, പ്രിയാമ്പിളിൽ വരാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രിയാമ്പിളിൽ വരാത്തത് ഫെഡറലിസം എന്ന് പറയുന്ന വാക്കാണ്. ആ ഒരു തത്വസംഹിതയാണ് വരാത്തത്. അടുത്തത് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിലാണ് ആദ്യമായി എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം വന്നിട്ടുള്ളത്? മഹാരാഷ്ട്രയിലാണ്. കാരണം 2022 ഇതൊരു കറണ്ട് അഫെയർ ആയിരുന്നു. ഇന്ന് അതൊരു കറണ്ട് അഫെയർ അല്ല, അതൊരു ജനറൽ നോളജ് ആയിട്ട് മാറിയിട്ടുണ്ട്. റൈറ്റ്, അടുത്തത് നോക്കാം. പാർലമെന്റ് കനോട്ട് അമെൻഡ് ദ പ്രൊവിഷൻസ് വിച്ച് ഫോം ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ദിസ് വാസ് റൂൾഡ് ബൈ ദ സുപ്രീം കോർട്ട് ഇൻ ഏത് കേസിൽ? കാരണം പാർലമെന്റിന് ഇഷ്ടമുള്ള പോലെ ഓരോ ഗവൺമെന്റ് പാർട്ടികളും വരുന്നതിനനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറുമായിലെ നിയമങ്ങൾ മാറ്റാൻ പറ്റില്ല എന്ന് വിധി എഴുതിയ നിയമം ഏതാണെന്ന് ചോദിക്കുന്നത്. ആ നിയമം കേശവാനന്ദ ഭാരതി കേസാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേസുകളൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ദ ഫസ്റ്റ് പ്രോട്ടോകോൾ ടു ബാൻ ദ എമിഷൻസ് ഓഫ് ക്ലോറോഫ്ലൂറോ കാർബൺസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ വാസ് മെയ്ഡ് ഇൻ. ഈ ഒരു ഉടമ്പടി, ക്ലോറോഫ്ലൂറോ കാർബണുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉടമ്പടി ഏതായിരുന്നു? എവിടെ വെച്ചിട്ടുള്ള ഉടമ്പടിയിലാണ് വന്നിട്ടുള്ളത്? ജനീവയാണോ, പാരീസ് ആണോ, മോൺട്രിയൽ ആണോ, ഫ്ലോറിഡ ആണോ? അത് മോൺട്രിയൽ ഉള്ളതിലാണ് വന്നിട്ടുള്ളത്. ഇനി പരാഗ്, അടുത്ത ചോദ്യം, അത് ഏത് പോർട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അതും അന്നത്തെ ഒരു കറണ്ട് അഫെയർ ആയിരുന്നു. സ്റ്റുഡന്റ് ലേണിംഗ് അസസ്മെന്റിന് വേണ്ടിയിട്ടാണ് പരാഗ് എന്ന് പറയുന്ന പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത്. ദ കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ടേക്കൺ ഫ്രം വിച്ച് കൺട്രി? USSR. ഓക്കെ, അത്രയും വലിയൊരു വാസ്റ്റ് കൺട്രിയാണ് ഇന്ന് റഷ്യയും ബാക്കി ഭാഗങ്ങളുമായിട്ട് ഭിന്നപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുത്തിരിക്കുന്നത് USSR എന്നാണ്. എന്നാ ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ എടുത്തിട്ടുള്ള എവിടെ നിന്നാണെന്ന് അറിയോ? റൈറ്റുകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വായിക്കുന്നത് അമേരിക്കക്കാരാണ്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ DPSP ഉണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളും എടുത്തിരിക്കുന്നതും ഇവിടെ നിന്നാണ് എന്നൊന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും. ഹു ക്യാൻ റിമൂവ് ദ പ്രസിഡന്റ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫ്രം ദ പോസ്റ്റ്? പ്രസിഡന്റിനെയും അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷനെയും പോസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? ഇന്ത്യയിൽ പ്രസിഡന്റിന് മാത്രമേ അധികാരമുള്ളൂ. ഇനി ഏതെങ്കിലും ചോദ്യത്തിൽ ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാലും പ്രസിഡന്റ് തന്നെയാണ്. അവർക്ക് മാത്രമേ അത് ഒപ്പിടാനുള്ള ഒരു എന്താ പറയാ പവർ ഉള്ളൂ ഇന്ത്യയിൽ. പിന്നെ ഇൻ വിച്ച് ഇയർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ
ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്? 2006 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വരുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ദ ഫസ്റ്റ് കൺട്രി വിച്ച് ലീഗലി അലൗസ് ഇറ്റ്സ് കൺസ്യൂമേഴ്സ് ടു യൂസ് ക്രിപ്റ്റോ കറൻസി എൽ സാൽവദോർ എന്ന് പറയുന്ന കൺട്രിയാണ്. അന്നത്തെ ഒരു കറണ്ട് അഫെയർ ആയിരുന്നു അത്. ഇനി ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് അമെന്റ്മെന്റുകളാണ് റൈറ്റ് ടു എഡ്യൂക്കേഷനെ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. 86ാമത്തെ അമെന്റ്മെന്റ് ആണ്. ഇനി വിച്ച് ഓഫ് ദ സ്കിൽസ് ക്യാൻ ബി കോൾഡ് ആസ് പ്രൊഡക്റ്റീവ് സ്കിൽസ്? എളുപ്പമുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് മാത്രമാണ് പ്രൊഡക്റ്റീവ് സ്കില്ല്. റീഡിംഗ് ഒക്കെ ലിസണിംഗ് ഒക്കെ പാസീവ് സ്കില്ലാണ്. കേട്ട് കഴിഞ്ഞാലും വായിച്ചു കഴിഞ്ഞാലും നമ്മൾ ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് ആൻ എയിം ഓഫ് സി സി? സി സി എന്താണെന്നറിയാം? കണ്ടിന്യൂസ് അല്ലെ, കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ ആണ്, പക്ഷേ അതിൽ തെറ്റായത് കനോട്ട് ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. റെക്കോർഡിംഗ് ദ സ്കോർസ് ഒബ്റ്റൈൻഡ് ബൈ ലേണേഴ്സ് ഇൻ ദർ ആനുവൽ എക്സാമിനേഷൻ, അത് മാത്രമാണോ സി സിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? അല്ല. ഒരു വർഷം ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളെയും അറിയിക്കുന്നതും അറിയുന്നതുമാണ് സി സി എന്ന് പറയുന്നത്. റൈറ്റ്. അടുത്ത ചോദ്യം നോക്കാം. കുറെ തിയറീസും അതിന്റെ പ്രൊപ്പൗണ്ടേഴ്സിനെ തന്നിട്ടുണ്ട്. അതിനെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കറക്റ്റ് മാച്ചിങ് എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആയിട്ടുള്ള A3 പിയാഷെയും കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റുമാണ്. അതുപോലെ B5 വൈഗോട്സ്കിയും സോഷ്യോ കൾച്ചറൽ തിയറിയുമാണ്. C എന്ന് പറയുന്ന കോലറും അതുപോലെ തന്നെ 4ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഇൻസൈറ്റ് തിയറിയുമാണ്. ബാക്കി തോണ്ടൈക്കും ട്രയൽ ആൻഡ് എറർ തിയറിയുമാണ് വരുന്നത്. അടുത്തത് കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഫേസ് ടു ഫേസ് ആൻഡ് ട്രഡീഷണൽ ക്ലാസ് റൂം മെത്തേഡ്സ് വിത്ത് ഇ-ലേണിംഗ് ഈസ് യൂസ് ടു ക്രിയേറ്റ് എ ഹൈബ്രിഡ് അപ്രോച്ച് ടു ലേണിംഗ്. ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബ്ലെൻഡഡ് ലേണിംഗ് ആണ്. രണ്ടും കൂടെ കൂട്ടിയിണക്കിയിട്ടാണ് ഇത് വരുന്നത്. ഇനി വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ നോട്ട് കറക്റ്റ് അബൌട്ട് പെഡഗോഗിക് അനാലിസിസ്? ഇവാലുവേഷനെ കുറിച്ചിട്ടുള്ള എവാലുവേഷൻ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പെഡഗോഗിക് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക ഓപ്ഷനാണ് അതിൽ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. നെയിം ദ ഷേക്സ്പീരിയൻ ക്രിട്ടിക് ഹു ആർഗ്യൂസ് ദാറ്റ് മാക്ബത്ത് ബിഗിൻസ് by unleashing the terrible threat of destructive maternal power and demonstrates the helplessness of its central male figure before that power. ഈ ഒരു കമന്റ് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ജാനറ്റ് എഡൽമാൻ ആണ്. അതൊരു അന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് ടഫ് ആയിരുന്നു. കാരണം മാക്ബത്തിനെ കുറിച്ച് എല്ലാവരും പഠിച്ചതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സ്റ്റിൽ ചിലർ അത് പ്രിപ്പയർ ചെയ്ത് വന്നതായിരിക്കാം. എന്നാലും ഒരു കോമൺ ചോദ്യമല്ല അത്. ദ സ്കൂൾ ഫോർ സ്കാൻഡൽ വാസ് ഫസ്റ്റ് പെർഫോംഡ് ഇൻ ലണ്ടൻ അറ്റ് ഏത് വർഷമായിരുന്നു എന്നുള്ളതല്ല ഇവിടെ ചോദിക്കുന്നത്. വർഷം തന്നിട്ടുണ്ട്, എവിടെ വെച്ചായിരുന്നു എന്നുള്ളതാണ്. ഡ്രൂയറി ലൈനിൽ വെച്ചിട്ടാണ് ദ സ്കൂൾ ഫോർ സ്കാൻഡൽ 1777 പെർഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ആരാണ് എഴുതിയിട്ടുള്ളത്? റിച്ചാർഡ് ബി ഷെറിഡാൻ ആണ് ദ സ്കൂൾ ഫോർ സ്കാൻഡൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് കാണാതെ പഠിക്കുക. ഇനിയുള്ള കുറെ ചോദ്യങ്ങൾ കാണാതെ പഠിച്ചു പോവുക ലിറ്ററേച്ചറിൽ നിന്നാണ്. നമ്മുടെ പഠനം ഇവിടെ നിന്ന് തുടങ്ങിക്കോട്ടെ. അപ്പോൺ ഹിസ് റിട്ടേൺ ടു ഹെർട്ട്ഫോർഡ്ഷയർ whose death does Jack announces to Miss Prism and Dr. Chasuble? ഇത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഏണസ്റ്റ് എന്ന് പറയുന്ന ഒരാളുടെ ഡെത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഏത് ഡ്രാമയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്? ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് എന്ന് പറയുന്ന ഓസ്കാർ വൈൽഡ് എഴുതി കുറച്ച് കോമിക്കലും സറ്റയറിക്കലും ആയിട്ടുള്ള ഒരു ഡ്രാമയിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഇനി ഹിഗിൻസ് ക്ലെയിംസ് ദാറ്റ് ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഷേക്സ്പിയർ, മിൽട്ടൺ ആൻഡ് ബൈബിൾ എന്നുള്ള ഉത്തരമാണ് കറക്റ്റ്. ഇനി ഏത് ഡ്രാമയിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത്? പിഗ്മാലിയൻ എന്ന് പറയുന്ന ഡ്രാമയില് ജോർജ് ബെർണാഡ് ഷോ എഴുതിയതാണ് ഈ ഒരു വാക്കുകൾ എന്ന് പറയുന്നത്. ഇനി ഇത് ആദ്യമായി എഴുതപ്പെട്ടത് 1913 ആദ്യമായി പബ്ലിഷ് ചെയ്ത് പെർഫോം ചെയ്യുന്നത് 1916 വാട്ട് ഡസ് നോറ ബ്രിങ് ഇൻ ടു ദ കോട്ടേജ് അറ്റ് ദ ബിഗിനിങ്? ഇത് റൈഡേഴ്സ് ടു ദ സീ എന്ന് പറയുന്ന JM സിഞ്ചിന്റെ 1904 ഇറങ്ങിയ റൈഡേഴ്സ് ടു ദ സീ എന്ന് പറയുന്നതിലെ ഫസ്റ്റത്തെ ഒരു ആക്ടിൽ വരുന്നതാണ്. അപ്പൊ നോറ എന്ന് പറയുന്ന അതിലെ ലേഡി എ ബണ്ടിൽ ഓഫ് അല്ലെങ്കിൽ ദ ബണ്ടിൽ ഓഫ് ക്ലോത്തുമായിട്ടാണ് ഈ ഒരു വേദിയിലേക്ക് ആക്ടിലേക്ക് വരുന്നത്. വിച്ച് ഈസ് നോട്ട് വൺ ഓഫ് എസ്ട്രഗൺസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഈഗോയിസ്റ്റിക്കൽ അല്ല എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി ഇത് ഏതിൽ നിന്നാണ് വന്നിട്ടുള്ളത്? വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് എന്ന് പറയുന്ന സാമുവൽ ബക്കറ്റ് 1952 എഴുതിയ നാടകത്തിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റെസ്റ്റോറന്റ് വെർ ഹാപ്പി ആൻഡ് ബിഫ് ടേക്ക് ബില്ലി?
ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ് എന്ന് പറയുന്നിടത്തേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇത് ആർതർ മില്ലർ എഴുതിയ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന് പറയുന്ന 1948 ഒരു ഇതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ. ഫോർ വാട്ട് ഡസ് ടോം പേ മെമ്പർഷിപ്പ് ഡ്യൂസ് വിത്ത് ദ മണി ഇയർമാർക്ക് ഫോർ ദ ഇലക്ട്രിസിറ്റി ബിൽ? ദ യൂണിയൻ ഓഫ് മെർച്ചന്റ് സീമൻ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ടെന്നിസി വില്യംസ് എഴുതിയ ദ ഗ്ലാസ് മെനാജറി എന്ന് പറയുന്നതിൽ 1944 എഴുതിയ ഇതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഇനി നാഗമണ്ഡല എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺ 2 ഫോക്ക് സ്റ്റോറീസ് വിച്ച് കർണാട് ഹേർഡ് ഫ്രം ഹിസ് ഗുരു. അത് ആരാണ് കർണാടിന്റെ ഗുരുവായിട്ട് ഇവിടെ പറയുന്നത്? A.K. രാമാനുജനാണ്. ഇനി ഗിരീഷ് കർണാട് ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഈ നാഗമണ്ഡല എന്ന് പറയുന്നത് 1988 ഇത് എഴുതിയിട്ടുള്ളത്. ഇനി എലൈൻ ഷോവാൾട്ടേഴ്സ് പ്രൈം ഏരിയ ഓഫ് റിസർച്ച് വാസ്. ഏതായിരുന്നു എലൈൻ ഷോവാൾട്ടറിന്റെ ഫെമിനിസ്റ്റിക് അപ്രോച്ചിലുള്ള ആളുടെ ഒരു റിസർച്ച് ഏരിയ എന്ന് പറയുന്നത്? ഹിസ്റ്ററി ആൻഡ് മാഡ്നസ് ഇൻ വുമൻ എന്നുള്ളതായിരുന്നു പറയുന്നത്. ഇനി ഇവരുടെ നമ്മളുടെ സിലബസിൽ തന്നിട്ടുള്ള പാഠഭാഗം എന്ന് പറയുന്നത് ടുവേർഡ്സ് എ ഫെമിനിസ്റ്റിക് പോയറ്റിക് എന്ന് പറഞ്ഞ 1979 എഴുതിയ വർക്കാണ്. അക്കോർഡിംഗ് ടു ഭരതമുനിയെ സങ്കല്പിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ രസ തിയറി, നമ്മൾ ലിറ്റററി തിയറി ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. രസ ഈസ് ദ റിസൾട്ട് ഓഫ് വിഭാവ, അനുഭവ ആൻഡ് വ്യഭിചാരി ഭാവ കോമ്പൈനിങ് ടു ഫോം. സ്ഥായി ഭാവത്തിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ഭാവങ്ങൾ വരുന്നത് എന്നാണ് പറയുന്നത്. Where does most of the actions in the novel The Bluest Eye take place? ലൊറൈൻ, ഓഹിയോയിലുള്ള ലൊറൈനിൽ വെച്ചിട്ടാണ് ബ്ലൂവെസ്റ്റ് ഐന്റെ പ്രധാനപ്പെട്ട ആക്ഷൻസ് എല്ലാം ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇത് ആരാണ് എഴുതിയത്? ടോണി മോറിസൺ 1970 ഇത് എഴുതിയിട്ടുള്ളത്. ഇനി വാട്ട് ഡു ബേബി കൊച്ചമ്മ ആൻഡ് കൊച്ചുമറിയ ഹാവ് ഇൻ കോമൺ? They both live in sedentary lives and watch television എന്നുള്ളതാണ് ഉത്തരം. ഇത് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന അരുന്ധതി റോയ് 1997 എഴുതി ബുക്കർ പ്രൈസ് കിട്ടിയ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ്. ബൈ പ്രൊഫഷൻ ദ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് റൂട്ട്സ് ആൻഡ് ഷാഡോസ് ഇന്ദു ഈസ് ആൻ ജേർണലിസ്റ്റ് ആണ്. റൂട്ട്സ് ആൻഡ് ഷാഡോസിലെ ഇന്ദു ഒരു ജേർണലിസ്റ്റ് ആണ്. ഇത് എഴുതിയത് ശശിദേശ് പാണ്ഡെ ആണ്. 1978 പബ്ലിഷ് ചെയ്തത് 1983. ഹൂ ഈസ് സാന്റിയാഗോസ് ഹീറോ? ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചോദ്യമാണ്. ജോ ഡിമാഗിയോ എന്ന് പറയുന്നതാണ് സാന്റിയാഗോന്റെ ഹീറോ. ഇത് ഏതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് പറയുന്ന 1952 എഴുതിയ ഒരു ചെറുകഥ അല്ലെങ്കിൽ ഒരു നോവല എന്ന് പറയുന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. വിത്ത് ഹും ഡസ് നെപ്പോളിയൻ പ്ലേ കാർഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ നോവൽ അനിമൽ ഫാം? മിസ്റ്റർ ബിൽ ഷെയറുമായിട്ടാണ് നെപ്പോളിയൻ എന്ന് പറയുന്ന പന്നി അവസാനം എന്ത് ചെയ്യുന്നത്? ചീട്ട് കളിക്കുന്നത്. ഇനി അനിമൽ ഫാം എഴുതിയത് ജോർജ് ഓർവെല്ലാണ്. 1945 എഴുതിയിട്ടുള്ളത്. ഇത് 1945 തന്നെ ശേഷമാണ് ഇംഗ്ലണ്ടിൽ പുറത്തിറങ്ങുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വില്ലേജർ നിയർ വുതറിംഗ് ഹൈറ്റ്സ്? ഗിമേർട്ടൺ എന്നുള്ളതാണ് പേര്, വില്ലേജിന്റെ പേര്. ഇനി വുതറിംഗ് ഹൈറ്റ്സ് എഴുതിയിട്ടുള്ളത് എമിലി ബ്രോണ്ടെ 1847 എല്ലിസ് ബെൽ എന്ന് പറയുന്ന പേരിലാണ്, സ്യൂഡോണിമിലാണ് നമ്മുടെ എമിലി ബ്രോണ്ടെ ഇത് എഴുതുന്നത്. ഈ സ്യൂഡോണിം പല ചോദ്യങ്ങളിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. Forrester says that when the love ends, dash starts. Tolerance starts എന്നുള്ളതാണ് GM ഫോറസ്റ്റർ ഓൺ ടോളറൻസ് എന്ന് പറയുന്ന എസ്സേയിൽ 1838 എഴുതിയ എസ്സേയിൽ പറയുന്നത്. The essay on the rule of the road by A.G. Gardner is taken from the anthology. ഏത് ആന്തോളജിയിൽ നിന്നാണ് ഓൺ ദ റൂൾ ഓഫ് ദ റോഡ് എന്ന് പറയുന്നത് എടുത്തിട്ടുള്ളത്? ലീവ്സ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന 1928 എഴുതിയതിൽ നിന്നാണ് ഓൺ ദ റൂൾ ഓഫ് ദ റോഡ് എടുത്തിട്ടുള്ളത്. ദ ട്രംപറ്റ് ക്ലബ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1710 ഫെബ്രുവരി 11 ട്രംപറ്റ് ക്ലബ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ബേക്കൺ സേസ് ദാറ്റ് നോ, ബേക്കന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എസ്സേ ആണ്. അപ്പോൾ ഈ എസ്സേ ഒക്കെ വേണമെങ്കിൽ നമുക്ക് മാറുന്നതായിട്ട് സങ്കല്പിക്കാം. സിലബസ് ഒരു ചേഞ്ച് വന്നാൽ ഈ എസ്സേ ഒക്കെ എന്തായാലും എടുത്ത് മാറ്റാൻ സാധ്യതയുണ്ട്. സ്റ്റിൽ നമ്മൾ ഈ ഒരു സിലബസ് ഒരു PYQ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വായിച്ചു പോകുന്നത്. ബേക്കൺ സേസ് ദാറ്റ് ടു സ്പെൻഡ് ടു മച്ച് ഓഫ് ടൈം ഫോർ സ്റ്റഡീസ് ഈസ് എന്താണ്? കുറെ സമയം ഇരുന്ന് വായിക്കുന്ന ആൾക്കാരെ എന്താണ് നമ്മൾക്ക് പറയാൻ പറ്റുക? സ്ലോത്ത് എന്നുള്ളതാണ് പറയാൻ പറ്റുന്ന വാക്ക്. അത് ഡയറക്റ്റ് ആ ഒരു എസ്സേയിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്കാണ്. ഇനി വാട്ട് ഈസ് ഇറാക്കലാസ് എന്ന് പറയുന്ന ഒരു വാക്ക് എന്താണ് എന്ന് ചോദിക്കുന്നത്. അതൊരു ഓസ്ട്രേലിയൻ ട്രൈബിന്റെ പേരാണ്. ദ പോയം ആഫ്രിക്ക ഈസ് എ ഡ്രമാറ്റിക് മോണലോഗ് ആണ്. അത് എഴുതിയിരിക്കുന്നത് ഡേവിഡ് ഡയപ്പ് ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലിറ്റററി ഡിവൈസ് എംപ്ലോയിഡ് ഇൻ ദ പോയം ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ. അപ്പൊ
ഇതും ഡയറക്റ്റ് ചോദ്യമാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത് എൻജാംബെന്റ് ആണ്. അത് എഴുതിയിരിക്കുന്നത് കനേഡിയൻ റൈറ്റർ ആയിട്ടുള്ള മാർഗരറ്റ് അറ്റ്വുഡ് 1964 ഇനി ദ സിൽസ് ഇൻ ദ ഹൗസ് ഓഫ് എ തൗസൻഡ് ഡോസ് ആർ കട്ട് ഇൻ ബ്രോൺസ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി ഹൗസ് ഓഫ് എ തൗസൻഡ് ഡോസ് എഴുതിയിരിക്കുന്നത് മീന അലക്സാണ്ടർ ആണ്. 1988 അത് എഴുതിയിട്ടുള്ളത്. സം ഓഫ് ദ ഇഡിയംസ് ഓഫ് ദ പോയംസ് ടെലിഫോൺ കോൺവെർസേഷൻ പോയിന്റ് ഔട്ട് ദ ജനറൽ ജോഗ്രഫി ഓഫ് ലണ്ടൻ എന്നുള്ളതാണ് ഉത്തരം. ഇനി ടെലിഫോൺ കോൺവെർസേഷൻ എഴുതിയിരിക്കുന്നത് വോൾസ് ഓയിങ്കെ ആണ്. 1962 എഴുതിയത്. 1963 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഹൗ മെനി സ്റ്റാൻസാസ് ഡസ് ദ പോയം ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്നുള്ളതിൽ ഉണ്ട്. എത്ര സ്റ്റാൻസാസ് ഉണ്ട്? 6 ഉണ്ട്. ഇനി എഴുതിയിരിക്കുന്നത് എമിലി ഡിക്കൻസൺ ആണ്. അത് അവർ മരിച്ചതിന് ശേഷമാണ് 1890-കളിലാണ് അത് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഹൗ മെനി സ്പീക്കേഴ്സ് ആർ ദർ ഇൻ ദ പോയം ഹോം ബറിയൽ? ഹോം ബറിയൽ എത്ര സ്പീക്കേഴ്സ് ഉണ്ട്? 3 പേരാണുള്ളത്. അത് എഴുതിയിരിക്കുന്നത് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. 1914 ആ പോയം പബ്ലിഷ് ആയിട്ടുള്ളത്. അടുത്തത് വെൻ വാസ് ദ പോയം ഒബിച്വറി പബ്ലിഷ്ഡ്? 1971 അത് എഴുതിയിരിക്കുന്നത് AK രാമാനുജനാണ്. ഇൻ വിച്ച് കളക്ഷൻ വാസ് നൈറ്റ് ഓഫ് ദ സ്കോർപിയൻ പബ്ലിഷ്ഡ്? കളക്ഷന്റെ പേരെന്താണ്? ഇതിൽ ആക്ച്വലി അവർ എഴുതിയിരിക്കുന്ന പോയത്തിന്റെ പേര് തന്ന് അത് ഏത് കളക്ഷനിലുള്ളതാണ് എന്നാണ് ചോദിക്കുന്നത്. ആ കളക്ഷന്റെ പേര് ദ എക്സാക്ട് നെയിം എന്ന് പറയുന്നതാണ്. ഇനി ഈ പോയം നൈറ്റ് ഓഫ് ദ സ്കോർപിയൻ എഴുതിയിട്ടുള്ളത് നെസിം എസിക്കിയലാണ്. 1965 ഈ പോയം എഴുതിയിട്ടുള്ളത്. ഇൻ ദ പോയം വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ റീസൺ ഈസ് കമ്പയർഡ് ടു എ ക്ലിയർ സ്ട്രീം എന്നുള്ളതാണ്. ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കവിതയാണ്. വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഇത് നമ്മൾ മലയാളത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, റൈറ്റ്? ഇനി ഇത് എഴുതിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ആദ്യമായി എഴുതി 1900 ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നീടാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നത്. ദ പോയം ഡാഡി വാസ് റിട്ടൺ ഓൺ October 12, 1962. സിൽവിയ പ്ലാത്ത് ആണ് ഇത് എഴുതിയത്. 1962 ശേഷം പബ്ലിഷ് ചെയ്ത് 1965 ദ പോയം എ പ്രയർ ഫോർ മൈ ഡോട്ടർ ബൈ ഈറ്റ്സ് ഈസ് അഡ്രസ് ടു ആൻ എന്ന് പറയുന്ന മകൾക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്. 1919 പബ്ലിഷ് ചെയ്ത് 1921. അക്കോർഡിംഗ് ടു ബർട്ടൺ റസൽ dash is essential to the proper fulfillment of teachers function. ഇന്റലക്ച്വൽ ഇൻഡിപെൻഡൻസ് ആണ് വേണ്ടത്. സ്വന്തമായി കാര്യങ്ങൾ ആലോചിക്കാൻ കഴിയുന്നതാണ് വേണ്ടത്. ഇനി ഇത് ഏതിൽ നിന്നാണ് വന്നിട്ടുള്ളത്? ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ എന്ന് പറയുന്ന ബർട്ടൺ റസലിന്റെ ഒരു എസ്സേയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഡോക്ടർ രാധാകൃഷ്ണൻ ദ ഹ്യൂമാനിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ടീച്ചേഴ്സ് അസ് അബൌട്ട് അവർ ഓൺ നേച്ചർ എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹ്യൂമാനിറ്റീസ് വേഴ്സസ് സയൻസ് എന്ന് പറയുന്ന എസ്സേയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഡാഷ് ഈസ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. പെരിപേഷ്യ എന്ന് പറയുന്നതാണ്. ഈ കൺസെപ്റ്റ് ആരാ കൊണ്ടുവന്നതെന്ന് നമുക്ക് അറിയാമല്ലോ. ഇതൊക്കെ അരിസ്റ്റോട്ടീലിയൻ കൺസെപ്റ്റുകളാണ്. അപ്പോൾ പ്ലേറ്റോനെ അരിസ്റ്റോട്ടലിനെയൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. അതിൽ നിന്നും ചെറിയ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത് ഡാഷ് ഈസ് നോട്ട് എസെൻഷ്യൽ ടു പോയട്രി. എന്താണ് എസെൻഷ്യൽ അല്ലാത്തത്? മീറ്റർ ആണ് എസെൻഷ്യൽ അല്ലാത്തത്. ദ ടച്ച് സ്റ്റോൺ മെത്തേഡ് ഇസ് എ മോഡിഫൈഡ് മെത്തേഡ് ഓഫ് ആഡിസൺ. ആഡിസന്റെ ആണ് ഉള്ളത്. ഇനി ഒറിജിനൽ ഈ പറയുന്ന ടച്ച് സ്റ്റോൺ മെത്തേഡ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. വിച്ച് കാൻഡോസ് ഓഫ് ഡാന്റേസ് ഇൻഫേർണോ ആർ റെഫേർഡ് ടു ഇൻ ദ എസ്സേ ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലന്റ്. ഈ പറയുന്ന ഡാന്റെയുടെ ഇൻഫേർണോയിലെ കാൻഡോ ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. കാൻഡോ അതിൽ കൊടുത്ത സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 15-16 കാൻഡോസ് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ടച്ച് സ്റ്റോൺ മെത്തേഡ് മാത്യു അർണോൾഡിന്റെ ആണ്, മറക്കരുത്. സ്കൈലാർക്ക് കൺസിസ്റ്റ് ഓഫ് 21 സ്റ്റാൻസാസ് ആണ്. സ്കൈലാർക്കിന് വേണ്ടി കവിത എഴുതിയത് ആരാണ്? ഷെല്ലിയാണ് എഴുതിയിട്ടുള്ളത്. ഇനി റീഡ് ദ സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാനുള്ളതിൽ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, ആ സെന്റൻസ് വായിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് മീൻ അബൌട്ട് ടു ഹാപ്പൻ ത്രെട്ടനിങ്? ഇമ്മിനന്റ് എന്ന് പറയുന്ന വാക്കാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ചൂസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേർഡ് ദാറ്റ് ഈസ് നിയർലി സെയിം ഇൻ ദ മീനിങ് ടു ദ വേർഡ് ബെനവലന്റ്. ബെനിങ് എന്ന് പറയുന്ന വാക്കാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ചൂസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേർഡ്. ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോഡൻ. ആരിഡ് എന്ന് പറയുന്ന വാക്കാണ് സോഡന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഔട്ട് ഓഫ് ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ് ചൂസ് ദ വൺ വിച്ച് മീൻസ് എ ക്വാളിഫൈഡ് മെഡിക്കൽ ഡോക്ടർ ഹു സ്പെഷ്യലൈസസ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ഓഫ് ദ ഐ. ഒക്യുലിസ്റ്റ് എന്ന് പറയുന്നത് ആണ്. ഓക്കെ, അടുത്തത് പിക്ക് ഔട്ട് ദ റൈറ്റ് വേർഡ് ഫ്രം ദ ഗിവൺ വേർഡ്സ് ടു ഫിൽ ദ ബ്ലാങ്ക്സ്. ഓക്കെ, അതിൽ റിതു മെയ്ഡ് ദ ഫാറ്റൽ എറർ ഓഫ് ആസ്കിംഗ് ഫോർ മോർ. ചോദിക്കുന്നതിലുള്ള ആ ഒരു ഇതിനെയാണ് പറയുന്നത് ഫാറ്റൽ എറർ എന്ന് പറയുന്നത്.
റൈറ്റ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഫോളോസ് ദ റൈറ്റ് വേർഡ് ഓർഡർ? അതിൽ എ ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. എ ആണ് ഉത്തരം. ഓക്കെ, അടുത്തത് നോക്കാം. പ്രൊഡ്യൂസ് ദ കറക്റ്റ് സെന്റൻസ്. ഇതും സെന്റൻസസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, സെന്റൻസുകളെ എങ്ങനെ കറക്റ്റ് ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദ എക്സാക്ട് മീനിങ് ഓഫ് ദ ഇഡിയം ടു മേക്ക് സ്റ്റോക്ക് ഓഫ്. അതിൽ ഡി ഓപ്ഷൻ ആണ് വന്നിട്ടുള്ളത്. ടു ഡ്രോ പ്രോഫിറ്റ് ഫ്രം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് ബൈ ഫില്ലിംഗ് ഇൻ എ ഓർ ആൻ ഓർ ദ, അതായത് ആർട്ടിക്കിൾസ് വെച്ച് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? സാരംഗ് സ്റ്റേസ് ഇൻ ഡാഷ് ബെഡ്. അതിന് ആർട്ടിക്കിൾ ഒന്നും ആവശ്യമില്ല. ഇനി അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വെച്ച് പ്രിപ്പോസിഷൻ വെച്ച് ഫൈൻഡ് ചെയ്യാനുള്ളതാണ്. ഷാലിനി ബോസ്റ്റഡ് ഓ എന്നുള്ളതാണ്. രണ്ട് എഫ് ഇല്ല, ഒരു എഫ് ഉള്ളൂ. പോയിന്റ് ഔട്ട് ദ നൗൺ. നൗൺ ക്ലോസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് കാത്രിയൻ വിൽ സക്സീഡ് ഈസ് സർട്ടൈൻ. അപ്പോൾ അതിലെ ബി ഓപ്ഷൻ ആയിട്ടുള്ള ദാറ്റ് കാത്രിയൻ വിൽ സക്സീഡ് എന്നുള്ള ഫുൾ ഒരു നൗൺ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി 73-ാമത്തതിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടെൻസ് ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസും ഹാസ് ബീനും എന്ന് പറയുന്നത് തന്നെയാണ് അതിൽ സി ഓപ്ഷൻ ആയിട്ടുള്ളതാണ് കറക്റ്റ് വരുന്നത്. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്. റോസ് ഈസ് ഓൾവേസ് ബിസി, ഷീ ഈസ് ഓൾവേസ് ഓൺ ദ റൺ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരിക. ഇനി ഗീവ് മീ ടു ഡ്രിങ്ക് ഡാഷ് ഐ ഷാൾ ഡൈ ഓഫ് തേഴ്സ്റ്റ്, എൽസ് എന്ന് പറയുന്നതാണ് അതിന്റെ ഉത്തരം. അടുത്തത്, ടേൺ ദ ഫോളോയിങ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് ചോദിക്കുന്നത്. ദ യങ് സ്പാരോ സെഡ് മദർ വാട്ട് ഈസ് ദാറ്റ് ക്യൂർ ഒബ്ജക്ട്. അപ്പൊ അതിൽ ബി ആയിട്ട് വരുന്നതാണ് ഉത്തരം. ഓക്കെ, അത് സെന്റൻസുകൾ ആയതുകൊണ്ടാണ് വായിച്ച് മടുപ്പിക്കാത്തത്. റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസ് സോ ദാറ്റ് ദ വേർബ്സ് വിൽ ബി ഇൻ ദ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉള്ളത് പാസീവ് വോയിസിലാണ്. റോസ് വാസ് സ്ട്രക്ക് ബൈ ഹിസ് സിംഗുലർ അപ്പിയറൻസ്. അതിൽ എ ആണ്. ഹിസ് സിംഗുലർ അപ്പിയറൻസ് സ്ട്രക്ക് റോസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ചൂസ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളതാണ്. പ്ലീസ് ഓപ്പൺ ദ വിൻഡോ. എങ്ങനെയായിരിക്കും നമ്മൾ പറയേണ്ടത്? വിൽ യു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട്. പ്ലീസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വിൽ യു എന്നാണ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു പോസിറ്റീവ് ഡിഗ്രി. ഇറ്റ് ഈസ് ഈസിയർ ടു പ്രീച്ച് ദാൻ ടു പ്രാക്ടീസ്. അതിലേ ആയിട്ടുള്ള ഇറ്റ് ഈസ് നോട്ട് ഈസി ടു പ്രാക്ടീസ് ആസ് ടു പ്രീച്ച് എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. വിച്ച് എക്സ്പ്രഷൻ എൻഷുവേഴ്സ് ദ കസ്റ്റമർ ദാറ്റ് ഹി ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ സൊല്യൂഷൻ ദ കമ്പനി ഓർ ബ്രാൻഡ് ഹാസ് ഓഫേർഡ്. അതിൽ ഡി ഉത്തരമാണ് കറക്റ്റ് ആയിട്ട് ഉള്ളത്. ദ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ വേർഡ് ക്വസ്റ്റ്യൻ ഈസ് എ ഓപ്ഷൻ ആണ്. ക്വസ്റ്റ്യൻ എന്നാണ് അത് പറയുക, ക്വസ്റ്റ്യൻ എന്നുള്ളതല്ല. അടുത്ത ചോദ്യം, 2 ലെറ്റർ ഗ്രാഫീംസ് ആർ കോൾഡ് ഡൈഗ്രാഫ്സ് എന്നുള്ളതാണ് ഉത്തരം. വാട്ട് ആർ ദ ഫങ്ഷണൽ മോർഫീംസ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്? ദ, ഓൺ, എ, ആൻഡ്, ദം, ഓഫ് എന്നുള്ളതാണ് ഇതിലെ എ ഉത്തരമാണ് ശരി. വാട്ട് ഈസ് ദ ബേസിക് ലെക്സിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ദ ഫോളോയിങ് പെയർ ഓഫ് വേർഡ്സ്? ടേബിൾ, ഫർണിച്ചർ എന്നുള്ളതാണ്. അപ്പൊ അതിൽ ലെക്സിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കുകയാണെങ്കിൽ ഹൈപ്പോണിംസ് ആണ്, അത് ഹൈപ്പോണമി ആണ് ഇതിൽ വരുന്ന കൃത്യമായിട്ടുള്ള ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഡിസ്ക്രൈബ്സ് പോളിസിമി ഇൻ ദ ബെസ്റ്റ് വേ? അതിൽ ബി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം വരുന്നത്. ഐ എം സോറി, ഡി ആണ് ഉത്തരമായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇനി 86-ാമത്തെ ആണെങ്കിൽ എ വേർഡ് ഓഫ് വൺ ടൈപ്പ് ഈസ് റെഡ്യൂസ്ഡ് ടു ഫോം അനദർ വേർഡ് ഓഫ് എ ഡിഫറെന്റ് ടൈപ്പ് ഈസ് കോൾഡ് ബാക്ക് ഫോർമേഷൻ. വേർഡുകളും സെന്റൻസുകളും ഉണ്ടാക്കുന്നത് നമ്മൾ ഓർമ്മയുണ്ടായിരിക്കും. ഒന്നിൽ നിന്നും ഉണ്ടാക്കുന്നതും ഒന്ന് വെവ്വേറെ ആക്കുന്നതൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്തത്, ഹൗ ഡു യു ഗ്രൂപ്പ് ദ ഫോളോയിങ് ലാംഗ്വേജസ് ഇൻ ടു പെയർസ് വിച്ച് ആർ ക്ലോസ്ലി റിലേറ്റഡ് ഫ്രം എ ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂ? റൊമേനിയൻ, ചെക്ക്, ഡച്ച്, ഫ്രഞ്ച്, ഗെയിലിക്, ജർമ്മൻ, റഷ്യൻ, വെൽഷ്. റൊമേനിയൻ ആൻഡ് ഫ്രഞ്ച് എന്ന് പറയുന്നതിലേക്കാണ് നമുക്ക് ഇതിനെ ഇടാൻ പറ്റുക. ദ ഫൈനൽ സൗണ്ട്സ് ഓഫ് ലോഫ് ആൻഡ് കഫ് ആൻഡ് ദ ഇനീഷ്യൽ സൗണ്ട് ഓഫ് ഫോട്ടോ ആർ എക്സാമ്പിൾസ് ഓഫ് ലേബിയോഡെന്റൽ. നമ്മളന്ന് സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വേർഡ്സ്, വാക്കുകൾ എങ്ങനെ, ഐ എം സോറി, എങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വാക്കുകൾ ഏതൊക്കെ ഓർഗൻസ് ഓഫ് സ്പീച്ച് വരുന്നുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ഡയറക്റ്റ് ചോദ്യമായിട്ട് വരാറുണ്ട്. ഓർഗൻസ് ഓഫ് സ്പീച്ച് ചോദിക്കും. ദ ടേംസ് റിലേറ്റഡ് ടു ടിറ്റുലർ റാങ്കിങ്സ് ഓഫ് ദ നൊബിലിറ്റി ലൈക്ക് ഡ്യൂക്ക്, മാർക്വസ്, വിസ്കൗണ്ട്, ബാരൻ ആർ ഡയറക്റ്റ് ബോറോയിങ്സ് ഫ്രം ഏത് വാക്കിൽ നിന്നാണ്? ഫ്രഞ്ചിൽ നിന്നാണ് വന്നിട്ടുള്ളത്.
Many of the common English words have two or more forms of pronunciation, one strong form and one weak form. This phenomenon is termed as gradation എന്നുള്ളതാണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. ഒരു വാക്കിന് ഒരു വീക്ക് ഫോം ഉണ്ടായിരിക്കും, ഒരു സ്ട്രോങ് ഫോം ഉണ്ടായിരിക്കും. Which of the following aspect points to the direct method of teaching? Direct method. It makes direct bond between thought and expression എന്നുള്ളതാണ് ആയിട്ടുള്ള ഉത്തരം. ഇനി വിച്ച് മെത്തേഡ് എംഫസൈസസ് ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസീസ് ആൻഡ് പെർഫോമൻസ്? കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ആണ്. എ കൺസോൾ റെഫേഴ്സ് ടു ഇൻസ്ട്രക്ടേഴ്സ് റൂം ഇൻ എ ലാംഗ്വേജ് ലാബ്. എ ആണ് ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് ഫംഗ്ഷൻ വേർഡ്സ്? പ്രിപ്പോസിഷൻസ് ആണ് ഫംഗ്ഷൻ വേർഡ്സ് ആയിട്ട് വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് എ റെസിപ്രോക്കൽ പ്രൊനൗൺ? ഈച്ച് അതർ എന്നുള്ളതാണ് റെസിപ്രോക്കൽ പ്രൊനൗൺ ആയിട്ട് വരുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ട്രൈസിലബിക് വേർഡ്? ഇംപേഷ്യന്റ് എന്നുള്ളതാണ്. അത് പറഞ്ഞു നോക്കുക അത് വായിക്കുമ്പോൾ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് വെർബ്. ഐ ഡാഷ് ഐ ഹാഡ് ബീൻ എന്നുള്ളതാണ് വരേണ്ടത്, കാരണം അത് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ വരുന്നതാണ്. വിച്ച് ഈസ് ദ ടേം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നോം ചോംസ്കി ടു ഡിസ്ക്രൈബ് ദ ആക്ച്വൽ യൂസ് ഓഫ് ലാംഗ്വേജ് ഇൻ കോൺക്രീറ്റ് സിറ്റുവേഷൻസ്? പെർഫോമൻസ് എന്നുള്ളതാണ്. പെർഫോമൻസ് ആണ് നോം ചോംസ്കിയുടെ ആ ഒരു കോൺക്രീറ്റ് സിറ്റുവേഷനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്ക്. ഡാഷ് refers to a set of sounds in which the articulation of each is strongly influenced by the following vowel sounds. അത് നല്ലൊരു ചോദ്യമാണ്. അപ്രോക്സിമൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. Who is the major exponent of the silent way? One of the constituents of humanistic approaches to learning. Silent way എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ആരാണ്? ഗാലബ് ഗാറ്റഗ്നോ ആണ് ഈ ഒരു എന്താ പറയാ കാര്യം പ്രപ്പോണ്ട് ചെയ്ത് നമ്മൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിലേക്കുള്ളത്. അപ്പൊ ഇത്രയുമാണ് 2022 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കുക. എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു പരീക്ഷയിലേക്ക് ഇപ്പൊ വരികയാണെങ്കിൽ പോലും വളരെ വലിയൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. ആൾക്കാരുടെ എണ്ണം കൂടി, ക്വസ്റ്റ്യൻസ് ടഫായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്തായാലും കാണാം. ഇനിയിപ്പോ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഫ്രീ ക്ലാസ് തുടങ്ങിയാണ്. ലൈക്ക് വി ആർ ഡൂയിങ് സംതിങ്. ഓക്കെ, ഞങ്ങളും പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുക എന്നുള്ളതും കൂടെ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം, ബാക്കിയുള്ള കൂട്ടുകാരോട് പറയാം, ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും അതുമായിട്ട് നമ്മൾ എന്തായാലും എത്തും. അപ്പൊ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. താങ്ക് യു.